4 മാസങ്ങൾക്ക് മുമ്പ് തീർത്തും അവശയായ സീതയെ പ്രത്യേക പരിചരണം നൽകാനായി മാറ്റിയിരുന്നു. ആളുകൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാതെ പ്രത്യേക കൂടൊരുക്കിയായിരുന്നു പരിചരണം. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് 25-കാരിയായ സീബ്രയുടെ അന്ത്യം സംഭവിച്ചത്. കുറച്ച് നാളായിട്ട് തന്നെ പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നത് സഫർ ചെയ്യായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിരന്തരമായ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 4 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഓഫ് എക്സിബിറ്റിലോട്ട് മാറ്റി. കാരണം അത് കിടന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാനായിട്ട് ഹെൽപ്പ് വേണം. അത് കിടന്ന് ക്ഷീണം വരുമ്പോൾ കിടക്കുമല്ലോ, കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു വശത്തു നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് അതിൻ്റെ പരിചരിക്കാനായിട്ടുള്ള കീപ്പർ വന്ന് ഉള്ള സമയത്ത് പെട്ടെന്ന് അങ്ങ് മരണപ്പെടുകയായിരുന്നു. 10 വയസ്സുള്ളപ്പോൾ ചെന്നൈ വണ്ടല്ലൂരിലെ മൃഗശാലയിൽ നിന്നാണ് ഇവിടുത്തെ ആൺസീബ്രയ്ക്ക് തുണയായി സീത എത്തുന്നത്. പക്ഷേ ഏറെ വൈകാതെ ആൺസീബ്ര ചത്തു. 10 വർഷക്കാലമായി സീതയും വിവിധ രോഗങ്ങളുടെ പിടിയിലാണ്. 25 വയസ്സ് സീബ്രകളുടെ ആയുർദൈർഘ്യത്തിലെ പരമാവധി പ്രായമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃഗശാല വളപ്പിൽ തന്നെ സീതയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കാനാണ് അധികൃതരുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.